എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം ഹാപ്പിയോടുകൂടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾ മുമ്പിലേക്ക് പോയി ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യൻ പതാകയുമായിട്ടുള്ള ഒരു ചിത്രം. അവിടെ നമുക്ക് കാണാം ദിൽഷാദ് എന്ന് എഴുതിയ അവൻ്റെ ആ ഒരു ഷർട്ടിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം. തൊട്ടുപ്പുറത്ത് അവൻ്റെ ഒരു വണ്ടിയാണുള്ളത്, ബാക്ക് പാക്ക് എല്ലാം കൂടിയായിട്ടുള്ള ഒരു വണ്ടി. നമുക്ക് കിട്ടുന്ന വിവരം ഇത്ര മാത്രമാണ്. ദിൽഷാദിനെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ 2 ദിവസമായി ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴത്ത് വന്ന കമൻറ്റുകൾ, പല സ്ത്രീകൾ, അമ്മമാര്, മലപ്പുറത്തുള്ള സാധാരണ ജനങ്ങൾ മുഴുവൻ, ഇദ്ദേഹത്തെ അറിയുന്നവർ അറിയാത്തവർ മുഴുവൻ എഴുതുന്നത് കണ്ടു കിട്ടണേ, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവന് വേണ്ടി ദുആ ചെയ്യുന്നു എന്നീ പറയുന്ന വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ചില നെഗറ്റീവ് കമന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അവൻ ആത്മഹത്യ ചെയ്തിരിക്കും, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിലായിരിക്കും, ഇങ്ങനെ പല വിധത്തിലുള്ള വർത്തമാനങ്ങളും അവനെ കുറിച്ച് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വിശ്വസിക്കാമെങ്കിൽ, ഇപ്പോൾ ഒരല്പം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തുള്ള വിശാൽ മീഡിയയാണ് ദിൽഷാദിനെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. വിശാൽ മീഡിയ മാത്രമല്ല, അതിൻ്റെ താഴത്ത് ഒരു ട്രാവൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരാള്, ദിൽഷാദ് യാത്ര ടുഡേ എന്ന് പറയുന്ന ആള് മേഘാലയയിൽ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. യാത്ര ടുഡേ ദിൽഷാദിനെ കണ്ടെത്തിയിരിക്കുന്നു. മേഘാലയ കാശി ഹിൽസ് ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ഒരു ആക്സിഡന്റിൽപ്പെട്ട നിലയിലാണ് കണ്ടുകിട്ടിയത്. ചെറിയ പരിക്കുകളുണ്ട്, ആള് സേഫ് ആണ് എന്ന് പറയുന്ന വർത്തമാനമാണ്. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ട് കിടന്നിറങ്ങിയ ഒരാളാണ്. തീർച്ചയായിട്ടും എന്തോ ഒരു ഇൻറ്റ്യൂഷൻ പോലൊക്കെ ഈ മനുഷ്യൻ എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണ്. അതല്ലാതെ മറ്റു അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമായി നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. വേറെ തരത്തിലൊരു നെഗറ്റീവ്, ആസാമിലേക്ക് പോയി അവിടെ വെള്ളപ്പൊക്കം, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളുണ്ട്, അതിൽ കുടുങ്ങിയിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച ആളുകളൊക്കെ ഉണ്ട്. ചില ആളുകൾ ഇവന് ആത്മഹത്യ ചെയ്തിരിക്കും, സാമ്പത്തിക പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്തോ സാമ്പത്തിക പ്രശ്നം, ഇവന് വല്ല സാമ്പത്തിക പ്രശ്നം മറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ആഫ്രിക്കയിലൊക്കെ പോയിട്ട് അവിടുത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ കിണർ കുടിക്കാൻ വേണ്ടി നിൽക്കുമോ അല്ലേ? ഇനിയിപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ പറയുന്നത് എൻ്റെ വണ്ടി വിറ്റിട്ടായാലും അവിടെ കിണർ കുത്തി മാത്രമേ ഞാൻ വരുള്ളൂ എന്നൊക്കെ പറയുന്നൊരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അവൻ്റെ വീഡിയോ തപ്പി നോക്കി കാണും. ഏതോ സ്ഥലത്ത് കിണർ കുത്തി കൊടുക്കുമ്പോൾ പൈസ തികയാതെ, അപ്പോൾ ഇനിയും ആഴത്തിൽ കുഴിക്കേണ്ടി വരുമോ, പൈസ ഇല്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ സ്വന്തം വണ്ടിയുണ്ട്, ആ വണ്ടി കൊണ്ട് വിൽക്കാം എന്ന് ചിന്തിച്ച മനുഷ്യനാ. അതായത് അത്രത്തോളം മറ്റുള്ളവർക്ക് നല്ലത് മാത്രം ചെയ്യണമെന്ന് വിചാരിച്ചിറക്കുന്ന ഒരു മലപ്പുറംകാരനാണ്. അപ്പൊ അങ്ങനത്തെ ഒരാള് അങ്ങനെ ചെന്നിട്ട് ഒരു എന്താ പറയുക മോശം കാര്യം ചെയ്യുക, ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്ന പരിപാടി നടക്കൂല എന്ന് തന്നെയായിരുന്നു ഞാനൊക്കെ ചിന്തിച്ചിരുന്നത്. എന്തായാലും ഞാൻ ചിന്തിച്ചൊക്കെ ശരിയായിരുന്നു. വളരെ പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു ഞാൻ ഇരുന്നിരുന്നത് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല, എനിക്ക് ചെങ്ങാതി അറിയില്ല, ഈ മനുഷ്യൻ ഞാൻ കണ്ടിട്ടേയില്ല, ഈ ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടേയില്ല. എനിക്ക് ആകെയുള്ള പരിചയം ഈ വീഡിയോസ് കണ്ട് നമ്മൾ ഇവനെ സ്നേഹിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇവൻ്റെ ഓരോ വീഡിയോസും സൂപ്പർബാണ്. അതും മറ്റുള്ള യൂട്യൂബേഴ്സിനെ അപേക്ഷിച്ചിട്ട് അവരെല്ലാം യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കിയിട്ട് കാറ് വാങ്ങിക്കുന്നു, ബൈക്ക് വാങ്ങിക്കുന്നു, അതുവഴി യാത്ര ചെയ്യുന്നു, അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ പുതിയ കാറ് വാങ്ങിച്ചിട്ടാ ഈ വരുമാനം കൊണ്ട് ചെയ്തതാണ് ഇത് എന്നീ പറയുന്ന പരിപാടികൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ചെങ്ങാതി അതല്ലെന്നേ. യൂട്യൂബിൽ എന്താ പറയുക വീഡിയോസ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, പൈസയ്ക്ക് ആഫ്രിക്കയിൽ പോണു, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നു, അവിടെ എന്താണ് കിണർ കുത്തി കൊടുക്കുന്നു എന്നുള്ള പരിപാടികളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു സംഗതി കൂടി എഴുതിക്കുന്നു ഇങ്ങനെ, അൽഹംദുലില്ലാഹ് ദിൽഷാദിനെ കണ്ടെത്തിയിട്ടുണ്ട്, ആക്സിഡന്റ് ആണ്, ഹോസ്പിറ്റലാണ്, കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു എഴുത്താണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നിരിക്കുന്നത് വേറൊരു യൂട്യൂബർ തന്നെയാണ്, ഞാൻ അയാളുടെ പേരറിയില്ല. പ്രധാന അറിയിപ്പ് ഇങ്ങനെയാണ്: മേഘാലയ യാത്രയ്ക്കിടെ കാണാതായ ദിൽഷാദ് നിലവിൽ സുരക്ഷിതനായിരിക്കുന്നു എന്ന ആശ്വാസകരമായ വിവരം പുറത്തു വന്നിട്ടുണ്ട്. സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് യാത്രാ തടസ്സം നേരിട്ടത്. മേഘാലയയിലെ പൈനൂർ സല ഏരിയയിലുള്ള PHCയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള അദ്ദേഹം നിലവിൽ പൂർണ്ണ സുരക്ഷിതമാണ്. ആവശ്യമായ പരിചരണങ്ങളും മറ്റൊക്കെയാണ് ഇനി അദ്ദേഹത്തിന് കിട്ടേണ്ടതുള്ളത്. ഇത് കഴിക്കുന്ന ഹെലോ കൊണ്ടോട്ടി എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ്. എന്തായാലും എഴുതിയിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്: ഹൃദയം നിറഞ്ഞ സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി എന്ന് തന്നെയാണ്. നന്ദി പറഞ്ഞു നോക്കൂ. കാരണം നിങ്ങൾ ദിൽഷാദ് യാത്ര ടുഡേ എന്നൊക്കെ നിങ്ങൾ ചുമ്മാ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. എന്തോരം വീഡിയോകളാണ്. മിക്ക വീഡിയോകൾ ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, മലയാളത്തിലെ വീഡിയോസിലൊക്കെ വളരെ കുറവാന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഇവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഹിന്ദി പ്രദേശത്ത് വെച്ചിട്ടാണ് അല്ലേ? ഹിന്ദി ഭാഷ സംസാരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ മലയാളത്തിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, അവർ കാണൂല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഇവനെ അറിയുന്നവരും അറിയാത്തവരും മുഴുവൻ, ഈവൻ ഒരു കാശ്മീരി അടക്കം
ഒരു കാശ്മീരി അടക്കം ഇവനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവനെ കണ്ടെത്തണം. ആ കാശ്മീരി കേരളത്തിൽ കുറേ കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വന്തം നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് വീഡിയോ ചെയ്യുകയാണ്. ഇന്ന ആളെ കണ്ടെത്തിയോക്കൂ, കേരളത്തിലൊരാളാണ്, തീർച്ചയായും കണ്ടെത്തണം, യാത്ര ചെയ്യുന്ന ഒരാളാണ്, ആളുകൾക്ക് വളരെ സഹായം കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോസിൽ മുഴുവൻ. അപ്പോൾ അത് ഇപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ദിൽഷാദ് അലിക്കുണ്ട് ഇത്രയും അധികം ആളുകളൊക്കെ തനിക്ക് ഇല്ലേ നെഗറ്റീവായിട്ടുള്ള സംഗതി ഇല്ല എന്നുള്ളതാണ്. വേറെ ചില ആളുകളൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പക്ക നെഗറ്റീവ് ആവും. ഒന്ന് മിസ്സിങ് ആയാൽ പോലും ഭയങ്കര നെഗറ്റീവ് ആവും. പക്ഷേ ഈ മനുഷ്യന് അങ്ങനെ മിസ്സിങ് ആയിട്ട് പോലും നെഗറ്റീവ് 1, 2, 3 അങ്ങനത്തെ കുറേ പുഴുക്കളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ബാത്റൂം കഴുകാനുള്ള ഈ മരുന്ന് പോലെയാണ്. എത്ര തന്നെ കഴുകിയാലും 2 കീടാണു ബാക്കിയാവില്ലേ? അതുപോലത്തെ 2 വിഷക്കീടാണുകളൊക്കെ എന്തായാലും നമ്മുടെ നാട്ടിലുണ്ടാവും. അത്തരം കീടാണുകളൊക്കെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത്തരം കീടാണുക്കളെ അവഗണിച്ച് കഴിഞ്ഞാൽ തന്നെ തീരാവുന്നുള്ളൂ. നമ്മുടെ ജീവിതം ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും സുഹൃത്തുക്കളെ, കമൻ്റ് അടിച്ച എന്താ പറയുക, രക്ഷപ്പെടണേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടൊക്കെ കമൻ്റ് അടിച്ച് ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു സന്തോഷ വാർത്തയാവട്ടെ. ഇത് ഇങ്ങനെ കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ അത് സന്തോഷപൂർവ്വം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അത് വളരെ മോശമാണെന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഹാപ്പി ഹാപ്പി ഹാപ്പി. താങ്ക് യു വെരി മച്ച്. ദിൽഷാദ് വരിക, ഇനിയും വീഡിയോ എടുക്കുക, ഇനിയും യാത്ര ചെയ്യുക, പൊളിക്കുക. ബൈ.